ക്രിസ്തുവേശുവിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ പോകുന്നത്. ദൈവം നിങ്ങളെ ഉയർത്തുമ്പോൾ, ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കുമ്പോൾ, ആ ദൈവാനുഗ്രഹവും നന്മയും കണ്ട്, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത് കണ്ട് ഹൃദയത്തിൽ നിങ്ങളറിയാതെ രഹസ്യമായിട്ട് അസൂയ സൂക്ഷിക്കപ്പെടുന്ന പലരുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കുക, ഉടനെ തന്നെ ശത്രു അതിനെ തകിടം മറിക്കുവാനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെയോ, നിങ്ങളുടെ സഹപ്രവർത്തകരെയോ, നിങ്ങളുടെ ഭവനത്തിലുള്ളവരെയോ, മറ്റു ചിലരെയോ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ഇടയുണ്ട്. ഇങ്ങനെയുള്ളവരെ നാം നമ്മുടെ ആത്മീകമായ വിവേചന വരത്തിലൂടെ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. രഹസ്യമായി ഹൃദയങ്ങളിൽ അസൂയ സൂക്ഷിക്കപ്പെടുന്നതായ വ്യക്തിജീവിതങ്ങൾ, അവരെ നാം തിരിച്ചറിയുന്നതിലൂടെ നമ്മുടെ ആത്മീക ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും ഉണ്ടാകുന്നതായ തടസ്സങ്ങളെയും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം രഹസ്യമായി അസൂയ സൂക്ഷിക്കപ്പെടുന്നതായ വ്യക്തികളെ, ഹൃദയത്തിൽ അസൂയ കൊണ്ടു നടക്കുന്നതായ വ്യക്തിജീവിതങ്ങളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇങ്ങനെയുള്ളവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ നിങ്ങളുടെ ദൈവിക അനുഗ്രഹങ്ങളെയും ദൈവാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുന്നതിനെയും നിങ്ങളുടെ ശുശ്രൂഷ വിജയങ്ങളെയും കുറച്ച് കാണുന്നതായ വ്യക്തിജീവിതങ്ങളാണ്. മാത്രമല്ല, നിങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ തെറ്റുകളെ, അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടായിട്ടുള്ളതായ തെറ്റുകളെ ഉയർത്തി കാണിക്കുകയും ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇവരുടെ ഒന്നാമത്തെ പ്രത്യേകത. സംഖ്യാപുസ്തകം 12-ാം അധ്യായം, അതിൽ നാം കാണുന്നുണ്ട്, അഹരോനും മിരിയാമും മോശയ്ക്കെതിരെ സംസാരിക്കുന്നു. ഇവർക്ക് മോശയുടെ മേലുള്ളതായ ദൈവിക വിളി അംഗീകരിക്കുവാനോ, അതിനെ കീഴ്പ്പെടുവാനോ, ആ വിളിയിൽ സന്തോഷിക്കുവാനോ ഒന്നും ഇവർക്ക് കഴിയുന്നില്ല. അവരുടെ ഹൃദയത്തിൽ അസൂയ നിറഞ്ഞവരായി, ആ നിറയപ്പെട്ട അസൂയയാൽ അവരെന്ത് ചെയ്യുന്നെന്നറിയാമോ? മോശയ്ക്ക് വിരോധമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവർ മോശ ചെയ്തതായ നല്ല കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനല്ല ശ്രമിക്കുന്നത്. മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ചെറിയ പാളിച്ചകളെ ഉയർത്തി കാണിച്ച് ആ പാളിച്ചകളെ അവന് വിരോധമായിട്ട് ഉപയോഗിക്കുവാനാണ് ഇവരിവിടെ ശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട്, ഹൃദയത്തിൽ രഹസ്യമായിട്ട് അസൂയ കൊണ്ടു നടക്കുന്നതായ വ്യക്തിജീവിതങ്ങളുടെ പ്രത്യേകത, അവർ നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ശ്രമിക്കും എപ്പോഴും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ നാം തിരിച്ചറിയണം. ഇവർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരാജയം മാത്രം സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. രണ്ടാമത്തെ പ്രത്യേകത, നിങ്ങൾക്ക് വിരോധമായി രഹസ്യത്തിൽ ഹൃദയത്തിൽ അസൂയ കൊണ്ട് നടക്കുന്ന വ്യക്തിജീവിതങ്ങളുടെ രണ്ടാമത്തെ പ്രത്യേകത, എല്ലാ മേഖലകളിലും നിങ്ങളോട് മത്സരിക്കുവാൻ ഇവർ തയ്യാറാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചിലരെ നാം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലർ ഇത്തരത്തിലുള്ളതായ സ്വഭാവ വിശേഷം, ഇത്തരത്തിലുള്ളതായ സ്വഭാവം നമുക്ക് ചില വ്യക്തികളിൽ കാണുവാനായിട്ട് കഴിയും. ഒന്നോർക്കുക,
ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ആവശ്യമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഉണ്ടാകുന്നതായ മത്സര സ്വഭാവം എന്ന് പറയുന്നത് ഇവർ ഹൃദയത്തിൽ നിങ്ങൾക്ക് വിരോധമായിട്ട് അസൂയ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതൊരു വലിയ ഒരു ആത്മീകമായ കള്ളത്തരമാണ്. ചിലരെ നാം കണ്ടിട്ടില്ലേ, മറ്റുള്ളവരുടെ ശുശ്രൂഷകളെ അനുകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നവർ, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ ജീവിതത്തിൽ അവർക്കും കൊണ്ടുവരുവാനായി അവരും ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് അസൂയയുടെ ലക്ഷണമാണ്. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ കോരഹ് മോശയ്ക്കെതിരെ, മോശയുടെ നേതൃത്വത്തിനെതിരെ കോരഹും കൂട്ടരും മത്സരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവർ മോശയ്ക്ക് വിരോധമായിട്ട് ഒരു ചേരിതിരിവുണ്ടാക്കി, മോശയ്ക്ക് വിരോധമായിട്ടും മോശയുടെ ശുശ്രൂഷയ്ക്ക് വിരോധമായിട്ടും മത്സരിക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. അവരൊരു എതിർചേരിയായി നിന്നുകൊണ്ടാണ് ദൈവം നേതൃത്വം മോശയ്ക്ക് നൽകിയതെങ്കിലും ആ നേതൃത്വത്തിന് വിരോധമായിട്ട് അവർ മത്സരിക്കുന്നത്. ഇന്നുകൊണ്ട് ഇതുപോലെയുള്ളതായ ആൾക്കാർ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഒന്നുകിൽ ഒരു വർഷിപ്പ് ലീഡറായിട്ട്, അല്ലെങ്കിൽ ഒരു വേദാധ്യാപകനായിട്ട്, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ നല്ലൊരു പ്രഭാഷകനായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അതിൽ അസൂയയുള്ളതായ ചില വ്യക്തികൾ എന്തു ചെയ്യുമെന്നറിയാമോ? അവരും ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് ആരംഭിക്കും. അല്ലെങ്കിൽ ഏതു മേഖലകളിലാട്ടെ, പ്രഭാഷണമായിക്കോട്ടെ, ആരാധനയിലായിക്കോട്ടെ, ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അവരും അതുപോലെ ജീവിതത്തിൽ അതിനെ അനുകരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് നാം കാണുന്നു. ശുശ്രൂഷ എന്ന് പറയുന്നത് അനുകരണമല്ല, മറ്റുള്ളവരുടെ ശുശ്രൂഷയെ അനുകരിക്കുവാനും അവർ ചെയ്യുന്നത് പോലെ നാമും ചെയ്യുവാനുമായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ശുശ്രൂഷയെ അനുകരിക്കുക എന്നുള്ളത് തന്നെ അതിൽ ഒരു അസൂയയിൽ നിന്ന് ഉളവാകുന്നതായ ഒരു മെൻറ്റാലിറ്റിയാണ്. ചിലർ കണ്ടിട്ടില്ലേ, ചിലർ ആരാധന നല്ലതായിട്ട് ലീഡ് ചെയ്യുമ്പോൾ, നടത്തുമ്പോൾ, അവരുടെ ആരാധനയിൽ അനേകർ വിടിവിക്കപ്പെടുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി അതുപോലെ സംഭവിക്കുന്നത് കാണുമ്പോൾ ഇവരും അടുത്ത ആഴ്ച അതുപോലെ ആരാധനയെ നിയന്ത്രിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇതെന്താണെന്നറിയാമോ? ഇത് ഒരു തരത്തിലുള്ളതായ അസൂയയാണ്. ആ അസൂയയിൽ നിന്നാണ് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അവരെ അനുകരിക്കണമെന്നുള്ളതായ തോന്നൽ വ്യക്തി ജീവിതങ്ങളിൽ ഉളവാകുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ അസൂയ തോന്നുന്നതായ, സൂക്ഷിക്കുന്നതായ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരേതു മേഖലകളിലായിക്കോട്ടെ അവർ നിങ്ങളുമായിട്ട് മത്സരിക്കുവാനായിട്ട് ഇടയുണ്ട്. പ്രിയമുള്ളവരെ, ആരെങ്കിലും നിങ്ങളുടെ ആത്മീകമായ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ അവർ നിങ്ങളോട് മാത്രമല്ല, അവർ ദൈവത്തോടും കൂടെ മത്സരിക്കുകയാണ് എന്നുള്ളതായ കാര്യം നാം തിരിച്ചറിയണം. മൂന്നാമത്തെ, ഹൃദയത്തിൽ അസൂയ കൊണ്ടു നടക്കുന്ന വ്യക്തികളുടെ പ്രത്യേകത, അവർ ചെയ്യുന്ന വേറൊരു പ്രത്യേകത ഇതാണ്: മറ്റുള്ളവരുടെ മധ്യത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രത്യേകത.
ഇത് പലപ്പോഴും ദൈവദാസന്മാരുടെ ഇടയിൽ, ദൈവജനത്തിൻ്റെ ഇടയിൽ ശക്തമായി ദൈവത്താൽ ഉപയോഗിച്ച് കയറി വരുന്നതായ ദൈവദാസന്മാരെയും ദൈവജനത്തെയും ഒറ്റപ്പെടുത്തുന്നതായ ചില മേഖലകൾ നാം കണ്ടിട്ടുണ്ട്. ഇവരെന്തിനാണെന്നറിയാമോ ഇങ്ങനെ ചെയ്യുന്നത്? ഇവർക്കറിയാം നിങ്ങളെ ഒറ്റപ്പെടുത്തിയാൽ ക്രമേണ നിങ്ങളുടെ ശുശ്രൂഷകൾ നിൽക്കുകയും നിങ്ങൾ തകർച്ചയിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് നിങ്ങൾക്ക് ആത്മീകമായ കൈത്താങ്ങുകൾ നൽകുന്ന അഥവാ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായ വ്യക്തികളിൽ നിങ്ങളെക്കുറിച്ചുള്ളതായ ആവശ്യമില്ലാത്ത സന്ദേശങ്ങൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ അവർ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കൈത്താങ്ങൽ നൽകുന്നതായ വ്യക്തികളെ, നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായ വ്യക്തികളെ നിങ്ങളിൽ നിന്നകറ്റി എല്ലാവരാലും നിങ്ങൾ ഒറ്റപ്പെടണമെന്നുള്ളതായ ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നതാണ്. ഇവർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ പരത്തുവാനും കിംവദന്തികൾ പറഞ്ഞു പരത്തുവാനും ആവശ്യമില്ലാത്ത ഭിന്നതകൾ ഉണ്ടാക്കുവാനും ശ്രമിക്കുന്ന വ്യക്തികളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സൻബല്ലത്തും തോബിയാവും നെഹമ്യാവും അതിൽ പണിയുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഇവർ നെഹമ്യാവിനെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചു. അവർ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചു. പ്രിയമുള്ളതായ ദൈവജനമേ, ഹൃദയത്തിൽ അസൂയ കൊണ്ട് നിറഞ്ഞ് നടക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ പലപ്പോഴും നമ്മെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരാണ്. നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ കൈത്താങ്ങൽ നൽകുന്നവരെയും നമ്മളിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് തെറ്റായ രീതിയിൽ തെറ്റായ സ്ഥലത്ത് നിങ്ങളെ പ്രതിനിധീകരിക്കും. സംശയത്തിൻ്റെ വിത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ വിതയ്ക്കുകയും അവരുടെ അവതരണം കേട്ടാൽ തോന്നും അവർക്ക് നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവർ സംസാരിക്കുന്നതെന്ന്. ഒന്നോർക്കുക, ഇവരുടെ ലക്ഷ്യം സമൂഹത്തിലും ദൈവജനത്തിൻ്റെ ഇടയിലും നിങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശുശ്രൂഷയെയും നിങ്ങളുടെ ദൈവവിളിയെയും മറ്റുള്ളവർ തിരിച്ചറിയരുത് എന്ന് ആഗ്രഹിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്കറിയാം അത് നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങൾ ശുശ്രൂഷയിൽ നിന്നും ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തന്നെ പിന്മാറിപ്പോകും എന്ന് ഇവർ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവമുണ്ടാകുന്നെങ്കിൽ തിരിച്ചറിയുക, ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കുക. ഇവർ നിങ്ങളെ വളർത്തുകയല്ല, ഇവർ നിങ്ങളെ തളർത്തുവാനാണ് ശ്രമിക്കുന്നതെന്ന് തിരിച്ചറിയുക. നാലാമത്തെ ഒരു പ്രത്യേകത, ഹൃദയത്തിൽ അസൂയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ വ്യക്തി ചെയ്യുന്നത് നിങ്ങളുടെ യോഗ്യതകളെ ചോദ്യം ചെയ്യുകയും കഴിഞ്ഞ കാല ജീവിതത്തെ ഉയർത്തിക്കാണിക്കുവാനുമായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ നോക്കിയിട്ട് ഇവർ തീരുമാനിക്കും നിങ്ങൾ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ യോഗ്യരാണോ അല്ലയോ എന്ന്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം കാണുന്നു, അവിടെ പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുമ്പോൾ അവൻ്റെ കഴിഞ്ഞകാല ജീവിതാവസ്ഥകളെ ചോദ്യം ചെയ്യുന്നതായ നേതൃത്വത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു.
യേശു ക്രിസ്തുവിൻ്റെ കാലയളവിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിലാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ നാം കാണുന്നത് ആത്മീകമായ ആ കാലഘട്ടത്തിലെ നേതൃത്വങ്ങൾ വന്ന് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ്റെ കഴിഞ്ഞകാല ജീവിതം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇവൻ ഇത് പ്രാപിക്കുവാൻ യോഗ്യനല്ല എന്ന് പറയുന്നതാണ് അവരുടെ പറച്ചിലിൻ്റെ ഒരർത്ഥമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞകാല ജീവിതം ഇങ്ങനെയാണ്, അതുകൊണ്ട് നീ ഇത് പ്രാപിക്കുവാൻ യോഗ്യനല്ല എന്നുള്ളതാണ് അവരുടെ വാദം. ഇങ്ങനെയുള്ളവർ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ എടുത്തു പറയുകയും നമ്മുടെ പഴയ സുഹൃത്ത് ബന്ധങ്ങളെ പറ്റി പറയും, നമ്മൾ അനുഭവിച്ചതായ തെറ്റായ അനുഭവങ്ങളെ ഉയർത്തി കാണിച്ചു പറയും, ജാതി വർണ്ണ വർഗ വ്യത്യാസങ്ങളെ പറ്റി പറയും. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വം കൊണ്ടല്ല ഇതൊക്കെ പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹവും ശുശ്രൂഷയും കണ്ട് വിരളി പിടിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? ചില പ്രത്യേക സാഹചര്യത്തിലും കുടുംബ പശ്ചാത്തലത്തിലുമുള്ളവർ ഇവരൊന്നും ഈ പദവിക്ക് യോഗ്യരല്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നത്? അവർക്ക് നിങ്ങളുടെ യോഗ്യതയല്ല ആവശ്യം. അവർ നിങ്ങളുടെ യോഗ്യതയെ നോക്കുന്നില്ല, നിങ്ങളിലുള്ള ദൈവ വിളിക്ക് എതിരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം കാണുന്നത്, അവിടെ കർത്താവിനെ പറ്റി പറയുന്നത്, ഇവൻ തച്ചൻ്റെ മകനല്ലയോ, ഇവൻ്റെ അമ്മ മറിയ എന്നിവളല്ലയോ, ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസ, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ. നോക്കുക, എത്ര അൺറെസ്പെക്റ്റഡ് ആയിട്ടാണ് ഇവർ ഇത് പറയുന്നത്. എത്രമാത്രം പരിഹാസ രൂപേണയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെതിരെ ഇവർ പറയുന്നത്. ഇവരുടെ ചോദ്യം ഇതാണ്, ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലോ. നോക്കണമേ, ആ ചോദ്യ ശൈലിയിൽ തന്നെ ഒരു പരിഹാസമുണ്ട്. ആ ചോദ്യ ശൈലിയിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്കെതിരായിട്ടുള്ളതായ ഇവരുടെ അസൂയയും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവർ യേശുവിൻ്റെ ശുശ്രൂഷയെയും ദൈവവിളിയെയും യേശു ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷക്തനാണോ എന്ന് തിരിച്ചറിയുവാനല്ല ശ്രമിക്കുന്നത്. പകരം അൺറെസ്പെക്റ്റഡ് ആയിട്ട് അവനെ പരിഹസിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഒന്നോർക്കുക, എല്ലാം തികഞ്ഞവരല്ല ജീവിതത്തിൽ. ഈ ലോകത്തിലുള്ളവരെല്ലാം തികഞ്ഞവരൊന്നുമല്ല. ദൈവത്തിന് ആവശ്യവും എല്ലാം തികഞ്ഞവരെയല്ല. ദൈവം വിളിച്ചവരെ എല്ലാം തികഞ്ഞവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട്, ഹൃദയത്തിൽ അസൂയ കൊണ്ടു നടക്കുന്നതായ വ്യക്തി ജീവിതത്തിൻ്റെ വേറൊരു പ്രത്യേകത, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ചിലരെ നാം കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം ഇവർ നിങ്ങൾക്ക് വിരോധമായി ഹൃദയത്തിൽ അസൂയ വച്ചിരിക്കുന്ന വ്യക്തികളാണ്. എപ്പോൾ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമോ, അത് കണ്ടുകൊണ്ട് ദൈവിക തിരഞ്ഞെടുപ്പിനെതിരെയും ദൈവ വിളിക്കെതിരെയും ഇവർ സംസാരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഭക്തനായിരിക്കുന്ന യോബിൻ്റെ അവസ്ഥ കേട്ടറിഞ്ഞ് അവൻ്റെ സുഹൃത്തുക്കൾ 4 ദിക്കിൽ നിന്ന് കടന്നു വന്ന് അവർ യോബ് പ്രതികൂലത്തിൻ്റെ നടുവിലും നീതിമാനാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്തവരായി
ഇയ്യോബിനെ കുറ്റപ്പെടുത്തുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഇങ്ങനെയുള്ളവരുണ്ട്. നമ്മുടെ പ്രതികൂല അവസ്ഥ കണ്ടുകൊണ്ട് നമ്മളെ വിധിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ചിലരുണ്ട്. ദൈവം നിങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായിട്ട് നിങ്ങൾ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രതികൂലം കടന്നു വന്നതെന്ന് ഇവർ പറയുവാനായിട്ട് ശ്രമിക്കും. നാം ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെയുള്ളവർ നമ്മെ സഹായിച്ചാലും നമ്മെക്കുറിച്ചുള്ളതായ തെറ്റുധാരണകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറണമെന്നില്ല. ഇവർ ഒരു പക്ഷേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നല്ലതായ ഉപദേശവും പരിഹാര മാർഗമൊക്കെ കൊടുക്കുമെങ്കിലും നമ്മുടെ കാര്യത്തിൽ അവർ കാണിക്കുന്നതായ ശുഷ്കാന്തി ഒരു ന്യായരഹിതമായ ശുഷ്കാന്തിയാണ്. നമുക്കറിയാം, 2 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ദാവീദിന് വിരുദ്ധമായി ഒരു ശിമെയി സംസാരിക്കുന്നു. ശിമെയി ദാവീദിനെ പരിഹസിക്കുവാനും അവനെ ശപിക്കുന്നതുമായി നാം കാണുന്നു. അതായത് തൻ്റെ മകനായിരിക്കുന്ന അബ്ശാലോമിനെ പേടിച്ച് ദാവീദ് വനാന്തരങ്ങളിലൂടെ നടക്കുമ്പോൾ ശിമെയി പറയുന്നൊരു കാര്യമുണ്ട്, നീ ചെയ്ത പ്രവൃത്തിക്ക് ദൈവം പകരം തന്നു എന്ന് പറയുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവിക നീതിയുണ്ടോ? ദൈവം ശിക്ഷ വിധിക്കുകയാണോ അല്ലയോ എന്നൊന്നും തിരിച്ചറിയാത്ത ശിമെയി അവനെ പരിഹസിക്കുവാനും അവനെതിരെ ശബ്ദിക്കുവാനും ഇടയായിട്ട് തീരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതായ പലരും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുന്ന, കഷ്ടനഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ അതിലൂടെ നമ്മെ വിധിക്കുവാനും കുറ്റപ്പെടുത്തുവാനും ശ്രമിക്കുന്നതായ വ്യക്തി ജീവിതങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറയാം, ഇങ്ങനെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നാം തളർന്നു പോകരുത്. ഭൂമിയിൽ ഒരു ജലപ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ് നോഹയുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലമുണ്ടായിരുന്നു. അവൻ പ്രതികൂലത്തെ തരണം ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. ശത്രുവിൻ്റെ മേൽ ജയമെടുക്കുന്നതിന് മുമ്പ് ഏലിശ പ്രവാചകന്റെ ജീവിതത്തിൽ അവൻ പ്രതികൂലാവസ്ഥയിലൂടെ കടന്നുപോയി. നാം ഒരു കാര്യം മനസ്സിലാക്കുക, ദാനിയേലിൻ്റെ ജീവിതത്തിൽ അവന് ജോലിയും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതിന് മുമ്പായി വളരെ വലിയ പ്രതികൂലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാനൊരു കാര്യം പറയാം, ഓർക്കുക, പ്രതികൂലം കഴിയുമ്പോൾ ജീവിതത്തിലെ വിജയത്തിൻ്റെ സമയം നിങ്ങളെ തേടി കടന്നു വരിക തന്നെ ചെയ്യും. ഒരു കാര്യം നാം ഉറച്ച് വിശ്വസിക്കണം, തിരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവജനത്തെ തകർക്കുവാൻ പ്രതികൂലങ്ങൾക്ക് കഴിയത്തില്ല. ഒരു പ്രതികൂലം കഴിയുമ്പോൾ ദൈവത്തിൻ്റെതായ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ശത്രു മുതലെടുപ്പ് നടത്താതിരിക്കേണ്ടതിന് നാം നമ്മളോട് ഹൃദയത്തിൽ അസൂയ കൊണ്ട് നടക്കുന്നതായ ചില വ്യക്തികളുടെ പ്രത്യേകതകൾ നാം തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.